ഈ 63-64 കാലഘട്ടങ്ങളിൽ മലയാള സിനിമ ഞാൻ കണ്ടിട്ടുള്ളത് അമ്മയെ കാണാൻ, നിത്യകന്യക, പിന്നെ നമ്മുടെ ചിലമ്പൊലി പ്രിയ മാനസ നീവാവ പ്രേമമോഹന ദേവാ വാതിലു തുറന്നു നിൻ വരവും കാത്തിരിപ്പൂ ഞാൻ പ്രിയ മനസാനി പല്ലവാധരങ്ങളിൽ പുല്ലാങ്കുഴലും ചേർത്ത് സല്ലീലവാതിലൂടെ പ്രേമ സാമ്രാജ്യം തീർത്ത നായക നിന്നോടൊത്ത് നടനം തുടങ്ങിയിടുമ്പോൾ ആത്മാവിൽ എനിക്കെന്തോരാനന്ദമാണ് ദേവാ പ്രിയ. ഇതാണ് പ്രിയമാണ് ജയേട്ടന്റെ ഏറ്റവും ഗുരുത്വം. ഇതാണ് ലീല ചേച്ചി. അത് മാത്രമല്ല നമ്മൾ പറഞ്ഞു ലീല ചേച്ചിയുടെ പാദങ്ങൾ സ്വാമിയുടെ പാദം തീർച്ചയായിട്ടും ടച്ച് വുഡ്. ജയേട്ടൻ്റെ ആ ഗുരുവായൂരപ്പ ഭക്തിയില്ലേ, അത് നമ്മളിങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ആ ഭഗവാന്റെ പാട്ട് തന്നെ കൃത്യം ഇങ്ങനെ കയറി വരികയാണ്. അച്ഛനെ ഓർത്തു, അമ്മയെ ഓർത്തു, ആദ്യ ഗുരുനാഥന്മാരെ ഓർത്തു, എല്ലാം ഓർത്തിട്ട് നമ്മൾ എത്തിച്ചേർന്നു ആ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക്. പിന്നെ ചിലമ്പൊലി പാട്ട് പോലെ നമ്മുടെ അമ്മയെ കാണാൻ കരിക്കൊടി തണലത്ത് കാറ്റിൻ്റെ കവിത കേട്ടോണ് തിയേറ്ററിൽ ഇങ്ങനെ എപ്പോഴും കേട്ടോണ്ടിരിക്കുക ഞാൻ ആ പാട്ടുകൾ വരുന്നത്. കന്നിക്കൊയ്ത്ത് ആ പാട്ട്. പിന്നെ നിത്യകന്യക വന്നപ്പോൾ പിന്നെ കണ്ണുനീർമുത്തുമായി എൻ്റെ പ്രാന്തനായി. ആ പരിപാടികളൊക്കെ പോയി കണ്ണുനീർമുത്തുമായി പാടി തുടങ്ങി. കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിരു കാണാ കിളിഞ്ഞാൻ എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്തു പറഞ്ഞു ഞാൻ. കണ്ണുനീർ സങ്കൽപ്പങ്ങളെ ചന്ദനം ചാർത്തും മന്ദസ്മേരവുമായി, സങ്കൽപ്പങ്ങളെ ചന്ദനം ചാർത്തും മന്ദസ്മേരവുമായി ഈ കിളിവാതിൽ കലിത്തിരി നേരം നിൽക്കൂ നിൽക്കൂ നീ നിൽക്കൂ നിൽക്കൂ നീ കണ്ണു. ഇതിൻ്റെ പ്രാന്തനായി. അപ്പോൾ പുതിയൊരു യേശുദാസ് ഒരു ശബ്ദം വന്നു. അത് നമ്മൾ അത്ഭുതമായി. യേശുദാസ്. മറ്റേത് കമുകർ സാറായിരുന്നല്ലോ. മിണ്ടാത്തതെന്താണു തത്തെ നീ ഗാനം മറന്നോ നാണം വന്നോ മിണ്ടാത്തതെന്താണു തത്തെ. ആ കമോറ സാറ്, ബാനുചേട്ടൻ, രാജാ സാർ. അതെ അവരുടെ കൂടെയായിരുന്നു നമ്മൾ. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേ. ആ ശബ്ദത്തിൽ കേട്ട ആ പാട്ട് അങ്ങനെ കേട്ടാലേ ശരിയാവുള്ളൂ. അത് അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് വേണ്ടി. പിന്നെ ഭാർഗവ ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം, അങ്ങനെ പാടിയില്ല ആ പാട്ട് തന്നുള്ളൂ. ചേട്ടാ, ഈ അപാരതയിൽ നിന്ന് നമ്മളിതൊക്കെ കേട്ട് ആസ്വദിച്ചിട്ടാണ് നമ്മൾ ചെന്നൈയിലേക്ക് വെക്കേഷൻ സമയത്ത് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോകുന്നതും. അതെ, 63. അതെ, സെക്കൻഡ് BSc പഠിക്കുകയാണ് കോളേജ്. അവിടെ ചെന്നിട്ട് സുധാരൻ ചേട്ടനോടൊപ്പം ചേട്ടൻ വർക്ക് ചെയ്യാണ്. ഷോവാലസിൽ വർക്ക് ചെയ്യുമ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിനെ കാണുന്നത്, നമ്മുടെ ദാസേട്ടനെ കാണുന്നത്. അന്ന് അദ്ദേഹം ഈ കണ്ണുതുർമുത്തായി കഴിഞ്ഞ് ഒരു പാട്ട് പാടിയിട്ടുള്ളൂ. പിന്നെ അപ്പം അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒരു വയറ്റിട്ട് വെച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ വെക്കേഷൻ പോയപ്പോൾ അങ്ങനെ കണ്ട് പുള്ളിയെ കണ്ട് 10 ദിവസം. ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ ചോദിച്ചത് നമ്മൾ മറ്റേ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ 58 യേശുദാസ് അല്ലേ? ചേട്ടൻ പറഞ്ഞു മിണ്ടരുത്, പറയരുത്, ആരാന്ന് പറഞ്ഞു. അപ്പോൾ യേശുദാസ് പിന്നെ ഞങ്ങൾ സന്തോഷം. ഞങ്ങൾ 10 ദിവസം ഞങ്ങൾ കൂടെ മിഡ്ലൻഡ് തിയേറ്ററിൽ ഈ പാട്ട് എന്താ താജ്മഹൽ കാണാൻ. എന്നിട്ട് ചേട്ടൻ്റെ നായക വേഷം കെട്ടിച്ച് ഞാൻ അങ്ങനെ ആക്ട് ചെയ്യും, പുള്ളി പാടും. ഒരു കാലം ആ ഒരു കാലം ആയിരുന്നു. എന്നിട്ടാണ് മറ്റേ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് പോകുന്നതും. 63-65 BSc പാസ്സായിട്ടാണ് ഇവിടെ ചെന്നൈയിലേക്ക് വരുന്നത് ജോലിക്ക് വേണ്ടിയിട്ട്.
അത് എന്തായിരുന്നു ആ കമ്പനിയുടെ പേര്? EID പാരിയൻ കമ്പനി. പ്യാരിയൻ കമ്പനി. അമ്മാവനോടൊപ്പം താമസിച്ചോ? അമ്മാവനോട് താമസിച്ചിരുന്നത്. അമ്മാവനാണ് ജോലി മേടിച്ചത്. ജോലി വിട്ടപ്പോൾ അമ്മാവൻ എന്നെ പുറത്താക്കുകയും ചെയ്തു. അത് ശരി. എന്നിട്ടാണ് മറ്റേ വിൻസെന്റ് മാസ്റ്ററും പരമോണ്ണനും RS പ്രഭു സാറൊക്കെ കൂടെ ഒരു പ്രോഗ്രാമിന് ഞാൻ എനിക്ക് ഭാനുവേട്ടൻ ഉണ്ടായിരുന്നു, ദാസേട്ടൻ വന്നിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ കണ്ണുതുറമുത്തമായ പാടി ഇന്ത്യ പാക് വാറിന്റെ അതിൻ്റെ ധനശേഖരണാർത്ഥം നടത്തിയ പരിപാടി. MBS സാറാണ് സാർ കണ്ടക്ട് ചെയ്തു. ശേഖർ സാർ ഹാർമോണിയം വായിച്ചു. ശേഖർ സാറിൻ്റെ പാട്ടാണ് ഈ മറ്റേ ചൊട്ടമുത വെച്ചുള്ളത്, അതാ പാടി. അപ്പോൾ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ പാടാൻ പുള്ളി അത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തതിനെ അങ്ങനെ ചൊട്ടമുതലയുടെ അപ്പോൾ അവിടെയാണ് പ്രഭു സാറും വിൻസെന്റ് മാസ്റ്ററും പരമോണ്ണനും വന്ന്. അങ്ങനെയാണ് നെക്സ്റ്റ് ഡേ കുഞ്ഞാലി മരക്കിൽ പാടാൻ വിളിക്കുന്നത്. നെക്സ്റ്റ് ഡേയിൽ പാടാൻ വിളിച്ചു. പാടാൻ പറ്റില്ല, അത് വേറെ കാര്യം. പേടിച്ചു. പരമോണ്ണൻ ചീത്ത പറഞ്ഞു. അപ്പം ഞാൻ ഈ ആ ഭാഗത്തേക്കില്ല, പാട്ടിൻ്റെ ഭാഗത്തേക്കില്ല ഇറങ്ങി ഞാൻ വരണില്ല പോവാന്ന്. അല്ല അതെന്തുണ്ടായിരുന്നു റെക്കോർഡിങ്? രേവതി സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് നോക്കുമ്പോൾ ഇവരൊക്കെ അതിന് മുമ്പ് ജാനകിയമ്മ പാടി പോകുമ്പോൾ ഇവരെ കണ്ടപ്പോൾ പിടിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഡ്യുവറ്റ് പാടി പ്രേമ, ഇപ്പോൾ കോഴിക്കോടുണ്ട് പ്രേമ, വയസ്സായവരോട്. അപ്പോൾ പ്രേമയ്ക്ക് വലിയ പ്രേമത്തിന് മുമ്പ് ചേട്ടത്തി എന്ന പടത്തിൽ ദാസേട്ടൻ്റെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ ആദ്യത്തെ അല്ലേ, ഞാൻ പഠിച്ചു പോയി. അങ്ങനെ പാടിയില്ല. അപ്പം ശരിയല്ല, ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു ഞാൻ നീ വരണേയില്ലേ പരിപാടിക്ക് എന്ന്. വീട്ടിൽ പോയി പിറ്റേ ദിവസം ആദ്യം ഞാൻ വരുന്നു പരമോണ്ണൻ അണ്ണം ആദ്യം അതിനോടെ. അപ്പം ഞാൻ പറയണ്ട, ഞാൻ ഇവിടെ പറയണ്ട പുള്ളി മുകളിൽ ഇറങ്ങണം പിടിച്ചോണ്ട് പോയി. അപ്പോൾ അന്ന് ശരിയായി പാടിയത്. അല്ല ഈ അത് ഭാസ്കരൻ മാഷ് എഴുതിയതാണ് ചിദംബരം. ആ പാട്ടൊന്ന് പാടാം നമുക്ക്, അങ്ങനെ തുടങ്ങാം. ഒരു മുല്ലപ്പൂമാലയുമായി നീന്തി 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 വന്നേ ഒന്നാം കടലിൽ മുങ്ങാങ്കുഴിയിട്ടൊന്നാം തിരമാല, ഒന്നാം തിരമാല. ഒരു മുല്ലപ്പൂമാലയുമായി നീന്തി 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 വന്നേ ഒന്നാം കടലിൽ മുങ്ങാങ്കുഴിയിട്ടൊന്നാം തിരമാല, ഒന്നാം തിരമാല. നീലത്തിരമാലകൾ മേലെ നീലത്തിരമാലകൾ മേലെ നീന്തി ഓർമ്മയില്ല. ഓക്കെ. അപ്പോൾ കുഞ്ഞാലിമരക്കാരിലെ ഈ പാട്ട് ആരായിരുന്നു ആക്ട് ചെയ്തത്? ഭാസ്കരേട്ടൻ, നെല്ലിക്കോട് ഭാസ്കരേട്ടനാണ് ഈ പാട്ടിന്. ഭാസ്കരേട്ടൻ എന്നോട് പറയാറുണ്ട്, നീയും യേശുദാസും കൂടെ പാടി ആദ്യം സിനിമയിൽ എനിക്ക് വേണ്ടിയിട്ടാണ് പാടുന്നത്. സത്യമാണ്. അറ്റൻഷൻ പെണ്ണി, അതാണ് ആദ്യം പുള്ളി പാടിയ പാട്ട് റെക്കോർഡ് ചെയ്ത്. പിന്നെയാണ് ഒരു ജാതി അല്ലേ ആദ്യം അറ്റൻഷൻ പെണ്ണിനെ റെക്കോർഡ് ചെയ്തത്. കണ്ടാലും അവളൊരു കാര്യം. അതെ, അതാണ് ആദ്യത്തെ റെക്കോർഡിങ്. അതുപോലെ എൻ്റെയും ഒരു മുല്ലപ്പൂമാര് ഭാസ്കരേട്ടനോട് പറയും, അന്നെ നമ്മൾ സ്ഥാപിച്ചാൽ കുഴപ്പമാവും. സ്ഥാപിച്ചാൽ കോഴിക്കോടിന്റെ ഒരു ശുദ്ധ ഭാഷ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇപ്പൊ ചിദംബരം സാറിന്റെ പാട്ട്, ഭാസ്കരൻ മാസ്റ്റർ കവിത, ആ പടം പുറത്തിറങ്ങിയില്ല. പക്ഷെ അല്ല പിന്നീട് ആദ്യം ഇറങ്ങിയത് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഏകദേശം ഈ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ മാസങ്ങളിലൊക്കെ തന്നെ ആയിരിക്കണം 50 വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലിമരക്കാരുടെ റെക്കോർഡിംഗ് നടന്നത് എന്ന് പറയുന്നു.